അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇൻഷാ അല്ലാഹ് നമ്മൾ അടുത്തതായിട്ട് ഖുർആൻ തജ്വീദ് സഹിതം പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് സൂറത്തുൽ വാഖിഅയാണ്. വാഖിഅ മക്കയിൽ അവതീർണമായത്. അധ്യായം 56, വചനങ്ങൾ 96. നമ്മുടെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമഹു. നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മെ ഏവരെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നമുക്ക് സൂറത്തുൽ വാഖിഅ ഓതി തജ്വീദ് നിയമങ്ങൾ പഠിക്കാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا وقعت الواقعة. ഓക്കെ, തജ്വീദ് നിയമം നോക്കാം. ദാലിൻ്റെ തൊട്ടടുത്ത് തന്നെ സാധാരണ മദ്ദായ അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 അനക്കം മാത്രം നീട്ടി ഓതിയാൽ മതി കേട്ടോ. ഇദാ വഖഅതി വ എന്ന് നമ്മൾ ഉച്ചരിക്കുമ്പോൾ ചുണ്ടിനെ റൗണ്ടിൽ സർക്കിളാക്കിയിട്ട് വേണം ഉച്ചരിക്കാനായിട്ട്. ഓക്കെ, ചുണ്ടിനെ റൗണ്ടാക്കി പിടിക്കാം, വട്ടത്തിൽ. ഓക്കെ, ഉവ. ഇദാ വഖഅത്തിൽ വാഖിഅ. നോക്കൂ, ഖാഫ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അക്ഷരമാണ് ഖാഫ്. നാവിൻ്റെ മൊരട് ഭാഗത്ത് നിന്നാണ് ഖാഫ് വരുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോതുക കേട്ടോ. വഖഅത്തിൽ വാഖിഅ. ഇവിടെയും ഒരു അലിഫ് മദ് വന്നിട്ടുണ്ട്. 2 അനക്കം നീട്ടിക്കൊടുക്കുക കേട്ടോ. വാഖിഅ. ഇവിടെ നിർത്തുമ്പോൾ ഒരു താ വരുന്നുണ്ട് അല്ലേ? നമ്മളിവിടെ വഖഫ് ചെയ്യുമ്പോൾ ആ താഇനവിടെ ശബ്ദം വേണ്ട കേട്ടോ. നമ്മളവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ ശബ്ദം കൊടുക്കേണ്ട. കൂട്ടി ചേർത്ത് ഓതി പോകുമ്പോഴാണ് ആ താഇന് അവിടെ സൗണ്ട് വരിക. ഓക്കെ, കൂട്ടി ചേർത്ത് ഓതി പോകുമ്പോൾ എങ്ങനെ ഓതും? إذا وقعت الواقعة ليس لوقعتها. ഇങ്ങനെ ഓതിപ്പോവാം. അപ്പം ഈ താഇന് ഇവിടെ സൗണ്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നിർത്തുകയാണെങ്കിൽ, വഖഫ് ചെയ്യുകയാണെങ്കിൽ താഇന് അവിടെ എന്തില്ല?